നടക്കുന്ന വിവരം കേട്ടപ്പോൾ അതിന് വളരെ ആവേശം തോന്നിയിട്ട് അങ്ങനെ വരേണ്ടത് അയൽനാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് എന്റെ ചുമതലയാണ് എന്ന് വിചാരിച്ച് വന്നൊരാളാണ്. കാരണം എന്ന് വിചാരിച്ചാല് 40-45 കൊല്ലം മുമ്പ് നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല, കാരശ്ശേരിയില് ഞാനും എന്റെ ജ്യേഷ്ഠനും ഒന്നോ രണ്ടോ ആള് കൂടിയിട്ട് പുഴയില് മഞ്ഞ് കലക്കരുത്, തോട്ട പൊട്ടിക്കരുത്, അവിടെ മണൽ വാരരുത്, അവിടെ ശബ്ദശല്യം ഉണ്ടാക്കരുത് എന്നൊക്കെ വെച്ച് സമരം തുടങ്ങിയതിന്റെ ദുരിതം എനിക്ക് ഓർമ്മയുണ്ട്. ഒരുപടി കാലം പല ഭാഗത്തുള്ള സമരത്തിൽ പങ്കെടുത്ത് അനുഭവിക്കുന്നു. അപ്പൊ ഇവിടെ എനിക്ക് വലിയ ആവേശം തോന്നുന്നത് ഇതിൽ ധാരാളം സ്ത്രീകളുണ്ട്. നമുക്ക് ചെറിയ കാര്യം. പിന്നെ നിങ്ങൾ പല പാർട്ടിക്കാരാണ്, പല മതക്കാരാണ്, പല ജാതിക്കാരാണ്, പല പഠിച്ചവരും പഠിക്കാത്തവരും, ജോലിയുള്ളവരും ഇല്ലാത്തവരും, കാശുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഒരുമിച്ച് കൂടി. അത് വളരെ ആവേശദായകമായ ഒരു ദൃശ്യമാണ്. അപ്പൊ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. ഇങ്ങനെ പറഞ്ഞ പല സമരവും പൊളിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാ പൊളിഞ്ഞ നിയമമാണ്? അത് നിങ്ങൾക്കൊരു പാഠമായിരിക്കും. അത് ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുന്ന എനിക്കൊരു പാഠമായിരിക്കും. ഇതില് പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു സാധനം ഹിംസയാണ്, അക്രമം. എന്ത് പ്രകോപനമുണ്ടെങ്കിലും നിങ്ങൾ എത്ര ആക്രമിക്കപ്പെട്ടാലും തിരിച്ചാക്രമിക്കരുത്. ബഷീർ പറഞ്ഞ ഒരു വാക്കിനോട് എനിക്ക് വിയോജിപ്പാണ്. സംഘർഷം വേണ്ട എന്ന് വെച്ച് പരാജയപ്പെട്ടു പോകുന്നല്ല, അത് പരാജയമല്ല ബഷീറെ, അതാണ് വിജയം. അവരടുത്ത് നിങ്ങൾ തിരിച്ചടിച്ചാൽ നിങ്ങൾ തോറ്റു. ഇപ്പൊ ഞങ്ങൾ പുളിയാവുന്ന സമരം ഉണ്ടായി. അത് ഒരു സമരസഖാവിനെ വാളുകൊണ്ട് വെട്ടി, ഇപ്പോഴാണ് ആശുപത്രിയിൽ. പക്ഷെ യാതൊരു കാരണവശാലും പ്രത്യാക്രമണം തിരിച്ചടി ഉണ്ടാവരുത്. കാരണം അക്രമം വന്നാൽ അക്രമം നടക്കുമെന്ന് തോന്നും. ഇവിടെ കക്കാടംപൊയിൽ PV Anwar കെട്ടിയ തടയണം 4 വട്ടം ഹൈക്കോടതി പറഞ്ഞിട്ടും പൊളിച്ചില്ല. അത് പൊളിക്കാതിരിക്കുന്നത് കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. ഒരു ബസ്സിൽ 46 ആളുകൾ. അതിന്റെ ലീഡർ ഞാനായിരുന്നു. അജിത ഉണ്ടായിരുന്നു, CR നീലാണ്ടൻ ഉണ്ടായിരുന്നു, AM ഷാജാൻ ഉണ്ടായിരുന്നു, ഒരുപാട് ആള് ആസാദ് ഉണ്ടായിരുന്നു, ഒരുപാട് ആള് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ഒരു കാര്യമായി പറഞ്ഞുള്ളൂ, അടിക്കാൻ ആളുകൾ വന്നാൽ നിന്ന് കൊള്ളും, തിരിച്ചടിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പോയാൽ മതി. ഞാൻ വെറുതെ പറഞ്ഞായിരുന്നു. പക്ഷെ അടിക്കാൻ ആള് വന്നു. അടിച്ചു. അപ്പൊ അതിന്റെ കേസിൽ ഞാൻ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് സാക്ഷി പറയാൻ വേണ്ടി താമരശ്ശേരി കോടതിയിൽ പോയിട്ട് വരും. പക്ഷെ ഞങ്ങൾ തിരിച്ചടിക്കാത്തതുകൊണ്ട് ആ സമരം വിജയിച്ചു. കാരണം അത് പൊളിക്കേണ്ടി വന്നു, കാരണം വലിയ വാർത്ത വന്നു. അപ്പൊ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്, ഇവര് ഈ കോറി നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കാട്ടോ, നമ്മൾ ഈ നാട് ഭരിക്കുന്ന മുതലാളിമാരാണ്. അല്ലാതെ നിങ്ങൾ ഞാൻ വെറുതെ തെറ്റിദ്ധരിക്കാണ്. ഇവിടെ CPM ആണ്, അവിടെ BJP ആണ്, ഇവിടെ കോൺഗ്രസ് ആണ്. ഇതൊക്കെ മുതലാളിമാര് ഭരിക്കുന്ന രാജ്യമാണത്. ഈ നാട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. എത്ര കൊല്ലായിട്ട്? ഒരു 25 കൊല്ലായിട്ട്. അദാനിക്ക് വിറ്റിരിക്കുന്നു തിരുവനന്തപുരം എയർപോർട്ട്. ഞാൻ 2 കൊല്ലം മുമ്പ് ഓസ്ട്രേലിയയിൽ പോയപ്പോ അവിടെ നടക്കുന്ന ഒരു സമരം, അവിടുത്തെ തുറമുഖം, അവിടുത്തെ ഗവൺമെന്റ് അദാനിക്ക് വിൽക്കാൻ പറ്റുന്നതിനായിട്ട് അവിടെ സമരം. ഞാൻ പറഞ്ഞു, ഗുജറാത്തിലൊരു തുറമുഖം അദാനിക്ക് വിറ്റ് കണ്ടിട്ടാണ് ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്നത്. എല്ലായിടത്തും പെട്രോളിന്റെ വില ആരാ തീരുമാനിക്കുന്നത്? അത് തീരുമാനിക്കാൻ ഇവിടെ ഗവൺമെന്റ് ഇല്ല. ആരാ തീരുമാനിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ, പെട്രോൾ, ഡീസൽ ഒക്കെ തരുന്ന മുതലാളി തീരുമാനിക്കുന്ന വിലയാണ് അതിന്റെ വില. കണ്ടോ, ഇവിടെ എന്തിനാ ഗവൺമെന്റ്? അപ്പൊ അതുകൊണ്ട് മുതലാളിമാര് ഭരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. നമുക്ക് നിയമം നമ്മുടെ കൂടെ ഇല്ല. പോലീസിന്റെ സംരക്ഷണം ആർക്കാണ്? അവർക്കാണ്. ഞാൻ ഒരു ഭംഗിക്ക് പറയുന്നല്ലോ. അന്ന് ആ സമരം ചെയ്യാൻ പോയപ്പോ പോലീസ് ഓഫീസർ, സബ് ഇൻസ്പെക്ടറാണ്, എന്നോട് പറഞ്ഞു, മാഷ് ഞങ്ങളെ കാറിൽ കയറി ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങളൊരു ബസ്സിൽ വന്നാ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങളിത് അനൗൺസ് ചെയ്ത് ഇത് നേരത്തെ പ്രഖ്യാപിച്ച് വന്നതാണ്. ഞങ്ങളുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ മാത്രമാണ്. പിന്നെ ഏതായാലും വീക്കിലി
പിന്നെ ഒരു കുപ്പി വെള്ളം, ഒരു ഷോൾഡർ ബാഗ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പെണ്ണുങ്ങളും കുട്ടികളും കുടുംബക്കാരും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരോട് പിരിഞ്ഞു പോകാൻ പറയാതെ ഞങ്ങളെ കൊണ്ടാക്കുന്ന പണിയാണ് നിങ്ങൾ എടുക്കുന്നത് ഉണ്ടോ? അപ്പൊ പറഞ്ഞാ മാഷ് ഇവിടെ സംഘർഷമാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ തിരിച്ചടിക്കാൻ വന്നിട്ടില്ല, അടി കൊള്ളാൻ വന്നത്. അതാണ് ഉറപ്പിക്കേണ്ടത്, അടി കൊള്ളാൻ തയ്യാറാണ്. അങ്ങനെ പിന്നെ അയാള് എന്റെ വീട്ടിൽ വന്നു വിശദീകരിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയെടുത്തത്? അവരോടല്ലേ നിങ്ങൾ പോകാൻ പറയുന്നത്? അപ്പൊ അയാൾ പറയാം, പക്ഷെ അവര് 10-20 ആളുണ്ട്, എന്നിട്ട് നിങ്ങൾ 10-50 ആളേ ഉള്ളൂ. ഇവർ അതുകൊണ്ടെന്താ, ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിൽ പൗരന്മാരല്ലേ, ഞങ്ങൾക്കൂടെ വിസ വേണ്ടല്ലോ, ഞങ്ങൾ അക്രമത്തിന് വന്നതല്ല, ഞങ്ങളെ തടയണ കാണാൻ വന്നതാ. ഞങ്ങൾ അതിന്റെ ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, വേറൊന്നുമില്ല. തടയണ അവിടെ ഇട്ട് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ അത് സമ്മതിക്കില്ല. അപ്പൊ എന്താ, അത് വികസനമാണ്. ഇതൊക്കെ വികസനം എന്നതിന് പേര്. ഈ അക്രമത്തിന് മുഴുവൻ പേര് വികസനം എന്നാണ്. അപ്പോ പോലീസ് ഓഫീസർ എന്നോട് പറയാണ്, ഞങ്ങൾ പറഞ്ഞാൽ മാഷ് പോവും, അവര് പോകൂല. ഏത് പറഞ്ഞത്? പോലീസ് ആക്രമിക്കാൻ വന്നവരോട് പിരിഞ്ഞു പോകും എന്ന് പറയാൻ ധൈര്യമില്ല പോലീസിന്. അപ്പൊ ഇവിടെയുള്ള സംസാരം കേൾക്കുന്ന പോലീസ് ഓഫീസർമാരില്ല. അപ്പൊ നേരത്തെ എതിര് പറഞ്ഞല്ലോ, അവര് വന്നത് മറ്റവർക്ക് വേണ്ടിയാണ്. മറ്റവർക്ക് വേണ്ടിയായി ഭരണം, മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞാല് ജനങ്ങൾ നമ്മുടെ ഇടയിൽ ആദ്യത്തെ പ്രശ്നമുണ്ടാക്കുന്നത് നമ്മളെ ചീത്ത പറയും, തെറി പറയും, തന്തയ്ക്ക് പറയും, പലതും ചെയ്യും. ഒരു അക്രമം ഉണ്ടാവും അവർക്ക് വേണ്ടത്, എന്താ അവർ ജയിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം, എന്റെ അപേക്ഷയാണ്, എന്ത് പ്രകോപനമുണ്ടെങ്കിലും എന്തൊക്കെ അക്രമമുണ്ടെങ്കിലും അത് സഹിക്കാൻ, അത് ക്ഷമിക്കാൻ, അത് സബൂറാക്കാൻ ഒരു മനസ്സുമായിട്ട് നിങ്ങൾ വരണം. അല്ലെ സമരം വിജയിക്കും. സമരം പരാജയപ്പെടുത്താനുള്ള പണി അക്രമം. എങ്ങനെയാ സ്വാതന്ത്ര്യം വിജയിച്ചത്? ബ്രിട്ടീഷുകാർ എന്തൊക്കെ പ്രകോപനം ഉണ്ടാക്കിയിട്ടും വളരെ പ്രധാനപ്പെട്ട പല രംഗത്തിലും ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ആസാദിന്റെയും സമരം നിരായുധ സമരമായിരുന്നു, അക്രമരാഹിത്യമായിരുന്നു, അഹിംസയായിരുന്നു. അതാണ് ഉറപ്പിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് എത്ര പേരെ വിലക്കെടുക്കാൻ പറ്റും നിങ്ങൾ ആലോചിക്കാം. അതൊരു സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിന്റെ ഉദാഹരണം പറഞ്ഞിട്ട് നമ്മുടെ പഴയ സഹപ്രവർത്തകരെ അവമാനിക്കുന്നില്ല. നിങ്ങൾ വളരെ കരുതേണ്ടതാണ്. കാരണം നിങ്ങൾക്കറിയുന്ന കാര്യം, പണത്തിന്റെ മേലെ പരുന്തും പണത്തും. നിങ്ങളുടെ നേതാവിന് ഞങ്ങൾക്കൊക്കെ അനുഭവമുള്ളതാണ്. ഞങ്ങളുടെ ചില നേതാക്കന്മാര്, ഞങ്ങളുടെ കൺവീനർമാര്, ഞങ്ങളുടെ പ്രസിഡന്റുമാര് ഒന്നുകിൽ പണം, അല്ലെങ്കിൽ അടുത്ത പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ മെമ്പറാക്കുന്നത്. പിന്നെ രാഷ്ട്രീയം തീർച്ചയായിട്ടും പറയും. അതൊക്കെ നമ്മുടെ CPM-ന് എതിരാണ്. ഇവർക്ക് CPM വിരുദ്ധ സമരമാണത്, അത് മുസ്ലിം ലീഗ് വിരുദ്ധ സമരമാണ്, അത് കോൺഗ്രസ് വിരുദ്ധ സമരമാണ്. പിന്നെ ഇതിനേക്കാൾ അപകടം പിടിച്ച വേറൊരു ചരക്കുണ്ട്. എന്താ അത് മതമാണ്. ഇന്നത്തെ ഇന്ത്യയിൽ ഏറ്റവും കരുതേണ്ട സാധനത. അതായത് നിങ്ങൾ കോറി ഉണ്ടാക്കി ഇവിടുത്തെ കുടിവെള്ളം മുട്ടിക്കുന്നു എന്ന് പറയും, അതിലെവിടെ ജാതി മതവും? അപ്പൊ ആ കോറിക്കാരൻ മാപ്പിള ആയതുകൊണ്ടാണ് നായന്മാരൊക്കെ സമരത്തിന് വരുന്നത്, അല്ലെങ്കിൽ അയാൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് മാപ്പിളമാര് സമരത്തിന് വരുന്നത്. ഇത് വേറെ എന്ത് കേട്ടാലും നിങ്ങൾ കേൾക്കരുത്. അതൊക്കെ ഞങ്ങൾക്കറിയാം. കാരണം ജാതി മതമില്ല പണത്തിനുണ്ടോ? ലാഭത്തിന് ജാതി മതമില്ല, ലാഭത്തിന് ജാതിയും മതവുമില്ല. അതിന് ജാതി മതം പറഞ്ഞതിനാ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ, ഭിന്നിപ്പിക്കാനാണ്. ഈ സമരസമിതി ഇന്ന് കാണുന്ന ആർക്കും വളരെ ആവേശം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ സമരസമിതി. ഇതിൽ വരാവുന്ന അപകടങ്ങളെ പറ്റിയാണ് ഒരു അയൽനാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക്, മാനസികമായി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ രാഷ്ട്രീയക്കാരുടെ കാര്യം, ഞാനൊരു പഴയ കഥ പറഞ്ഞു. 1957 ഒന്നാം EMS മന്ത്രിസഭയാണ് മാവൂരിലെ ഗോളിയോ റൈൻസിന് പ്രവർത്തനാനുമതി കൊടുത്തത്. നമുക്ക് ഈ പ്രദേശക്കാർക്ക് വലിയ പാടാ. അപ്പൊ ഞങ്ങൾക്ക് ഈ പാഠം പഠിക്കാൻ, ഞാനൊന്നും ചെറിയ കുട്ടിയാ. 1960 പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് ഞാൻ 5ാം ക്ലാസ്സിൽ എത്തിയില്ല. അപ്പോ അവിടെ 2 പ്രശ്നമുണ്ടായി. എന്താ പ്രശ്നം? ഒന്ന്, ഇതിൽ നിന്ന് ധാരാളം മാലിന്യജലം പുറത്തേക്ക് വരും. ടോളറൻസ് ഫാക്ടറി എന്താണ് അവിടെ പഴുപ്പുണ്ടാക്കുക. അപ്പൊ നമ്മൾ തുച്ഛമായ വിലയ്ക്ക് നമ്മുടെ വിറക്, നമ്മുടെ മുള, നമ്മുടെ മരമൊക്കെ കൊടുക്കാൻ നേരിട്ടു. അപ്പം ആൾക്ക് തൊഴിൽ വേണ്ടി, വികസനമല്ലേ, മാവൂര് വികസിച്ച അങ്ങനെയല്ലേ? ശരി, ചാലിയാർ തീർന്നു. എന്താ കാരണം മലിനജലം വരും. ചാലിയാർ തന്നെ എനിക്ക് കുട്ടിക്കാലത്ത് വളരെ നല്ല ഓർമ്മയുള്ളതാണ്.
തീരപ്രദേശത്ത് കാര്യപ്പുറത്താണ് എന്റെ ഉമ്മ. ഞങ്ങൾ കുട്ടിക്കാലത്ത് വിരുന്ന് പോകുന്ന അങ്ങോട്ട്. അന്ന് എന്റെ അമ്മാമാരെ വീട്ടിലൊന്നും കിണറില്ല, അത് പുഴ തൊട്ടടുത്ത്. ആ വെള്ളം കുത്തിക്കൊണ്ടെന്നാണ് കഞ്ഞിയോറൊക്കെ ഉണ്ടാക്കി. അതിലാണ് കുളിക്കുക, അതിലാണ് തിരുമ്പുക. അവിടെ ധാരാളം മീനും എരുന്തൊക്കെ ഉണ്ട്. അത് മുഴുവൻ ചെറിയൊരു കാര്യമായിരുന്നു. മലിനജലം ചാലിയാറിലേക്ക് ഒഴുക്കാൻ പറ്റില്ല. എന്ത് വേണം? ഒന്നുകിൽ അത് ശുദ്ധീകരിക്കാൻ ഒരു പ്ലാന്റ് തുടങ്ങിയിട്ട് മാത്രമേ പ്രവർത്തനം ആരംഭിക്കാവൂ, അല്ലെങ്കിൽ അത് പുറംകടലിൽ തള്ളാൻ കുഴൽ വെക്കണം.